ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ ഫസ്റ്റിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻവെസ്റ്റിഗേഷൻ മീൻസ് ആൻ ആക്ട് ഓഫ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് കൊമേഴ്ഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ് ഫേം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെയും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിനെ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമിനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ആൻ ഓർഗനൈസേഷൻ ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഒരു ഓർഗനൈസേഷൻ ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓൺ ദി ബേസിസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ദ ഒപ്പീനിയൻ ക്യാൻ ബി ഫോംഡ് ആൻഡ് ആക്ഷൻ ടേക്കൺ അക്കോർഡിംഗ്ലി. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ക്യാരി ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ക്യാരി ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് ആക്ഷൻസ് ഒക്കെ എടുക്കുന്നത്. ദെർഫോർ ദ ടേം ഇൻവെസ്റ്റിഗേഷൻ റെഫേഴ്സ് സ്പെഷ്യൽ ഓഡിറ്റ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ടേം സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. ബട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് നോട്ട് കമ്പൽസറി. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ എന്തല്ല? കമ്പൽസറി അല്ല. ഇൻ അഡീഷൻ ടു ദി റെഗുലർ ഓഡിറ്റ്. റെഗുലർ ഓഡിറ്റിന് പുറമെ അഡീഷണൽ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒന്നാണ് ഇൻവെസ്റ്റിഗേഷൻ. എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഫ്രോഡോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കമ്പനിയുടെ ഓണർ എന്ത് ചെയ്യാണ്? ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെസ്റ്റിഗേഷൻ. എന്തെങ്കിലും സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കമ്പൽസറി ഒന്നുമല്ല, വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? സ്പെഷ്യൽ ഓഡിറ്റ്. കാരണം ഓഡിറ്റിന് പുറമെയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് ഇൻവെസ്റ്റിഗേഷനിൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ഡെഫിനിഷൻ. ഇൻവെസ്റ്റിഗേഷൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ടൈലർ ആൻഡ് പേരി ലാൻകാസ്റ്റർ ഡിഫൈൻസ് investigation as to an examination of an enquiry into the accounts of a business with a view to disclose the true position of affairs in a relation to the special matters falling within the scope of investigation. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ടൈലർ ആൻഡ് പേരി ലാൻകാസ്റ്ററിൻ്റെ അഭിപ്രായ പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ടു എക്സാമിനേഷൻ ഓഫ് ആൻ എൻക്വയറി ഇൻ ടു അക്കൗണ്ട്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് എന്ത് ചെയ്യാണ്? എക്സാമിൻ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ വിത്ത് എ വ്യൂ ടു ഡിസ്ക്ലോഷർ ട്രൂ പൊസിഷൻ ആൻഡ് അഫയേഴ്സ് ഇൻ റിലേഷൻ ടു ദി സ്പെഷ്യൽ മാറ്റേഴ്സ് ഫാളിംഗ് വിത്ത് ദി സ്കോപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ മാറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. അതാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ്റെ സ്കോപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചും കൊണ്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ബുക്സും അക്കൗണ്ട്സും ഒക്കെ ചെക്ക് ചെയ്തിട്ട് അവരുടെ ട്രൂ പൊസിഷൻ ഓഫ് അഫയേഴ്സ് ഡിസ്ക്ലോഷർ ചെയ്യുന്ന ആ മെത്തേഡാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഡെഫിനേഷനിൽ പറയുന്നത്. ആ രണ്ടാമത്തെ ഡെഫിനേഷൻ അണ്ടർലൈൻ ചെയ്ത് ആ ഡെഫിനേഷൻ പഠിച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ്റെയും ഓഡിറ്റിങ്ങിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന ഡിഫറൻസസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ഡിഫറൻ്റ് ആണ് ഓഡിറ്റിങ്ങിൽ വരുന്നതാണ് അസർട്ടൈൻ വെദർ ഓർ നോട്ട് ദി ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിവീൽ ദി ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദി ഫേം. അപ്പോൾ ഇവിടെ ഓഡിറ്റിങ്ങിൽ എന്താ ചെയ്യുന്നത്? ഓഡിറ്റിങ്ങിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ അവരുടെ ബാലൻസ് ഷീറ്റൊക്കെ നോക്കിയിട്ട് ആ കമ്പനിയുടെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് എന്ത് ചെയ്യുന്നത്? ഫെയർ വ്യൂ ആണ് അസർട്ടൈൻ ചെയ്യുന്നത്. ഇനി ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഇൻവെസ്റ്റിഗേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഐദർ ഇറ്റ് നോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ് ഓർ ഫ്രോഡ്. ഒന്നെങ്കിൽ ഇത് എന്തായിരിക്കാം? ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഏർണിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ വല്ല ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലും വരുന്ന ട്രൂ അഫയേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് കണ്ടക്റ്റഡ് ഓൺ ബിഹാഫ് ഓഫ്. അപ്പോൾ ഇവിടെ പറയുന്നത് ആർക്കാ വേണ്ടിയിട്ടാണ് ഒരു ഓഡിറ്റിംഗും ഇൻവെസ്റ്റിഗേഷനും കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റിംഗിൽ വരുന്നതാണ് ദ പ്രൊപ്പറേറ്റേഴ്സ് ഓഫ് ദി ബിസിനസ്. ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആ ബിസിനസ്സിലെ പ്രൊപ്പറേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇനി ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്? പ്രൊപ്പറേറ്റർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. വെൻ സസ്പെക്ട് എനി ഫ്രോഡ് ഇൻ ദി ബിസിനസ് ഓൺ ബിഹാഫ് ഓഫ് ദി ഔട്ട്സൈഡ് പാർട്ടീസ് ഹു വിഷസ് ടു ഇൻവെസ്റ്റ് ഇൻ ദി ബിസിനസ് ഓർ ലെൻഡ് ടു മണി ഓർ സെൻട്രൽ ഗവൺമെൻറ് ഓൺ റിക്വസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്?
ഇവിടെ എന്തെങ്കിലും ഫ്രോഡ് ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യുകയാണ്, എന്തെങ്കിലും ഫ്രോഡ് ഡിറ്റക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാർട്ടീസ് പല പാർട്ടീസും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാം, ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ മണി ലെൻഡ് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് റിക്വസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ് പറയുന്നത്. ഇവിടെ യൂഷ്വലി ടെസ്റ്റ് ചെക്കിങ്, ഓഡിറ്റിങ്ങിൽ യൂഷ്വലി യൂസ് ചെയ്യുന്ന മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് ചെക്കിംഗ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് ത്രൂ ദ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഇറ്റ് ഗോസ് ഇൻ ടു ലോവസ്റ്റ് ഡെപ്ത് ഓഫ് പ്രോബ്ലംസ്. ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്തിട്ട് വളരെ ഡെപ്ത് ആയിട്ട് എക്സാമിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോർത്താണ് വെദർ കമ്പൽസറി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിലാണെങ്കിൽ കമ്പൽസറി ആണ്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുടെ കേസിലാണെങ്കിൽ കമ്പൽസറി ആണ്. ഡിസൈറബിൾ ഇപ്പോൾ പാർട്ട്ണർഷിപ്പിന് എന്താണ്, ഡിസൈറബിളും ആണ്. നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് നോട്ട് കമ്പൽസറി ഫോർ എനി ഫോം ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻസ്. എന്ത് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും ആയിക്കോട്ടെ, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എന്തല്ല, കമ്പൽസറി അല്ല. ഇനി പീരീഡ് കവേർഡ്, ഓഡിറ്റിംഗ് കവർ ചെയ്യുന്നത് ഓൺലി ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത്, ഒരു വർഷം 6 മാസമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ഓഡിറ്റിംഗ് കവർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ ഇറ്റ് മേ കവർ എ പീരീഡ് ഓഫ് ട്രെയിനിങ് ഫ്രം 3 to 7 ഇയേഴ്സ്, ചിലപ്പോൾ 3 വർഷം മുതൽ 7 വർഷം വരെ ഇൻവെസ്റ്റിഗേഷൻ എന്ത് ചെയ്യാറുണ്ട്, കവർ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സൺ ഇൻസ്ട്രക്റ്റഡ് വിത്ത്. ഓഡിറ്റിങ്ങിൽ വരുന്നതാണ് ദ പേഴ്സൺ ഇൻസ്ട്രക്റ്റഡ് വിത്ത് ദ വർക്ക് ഓഫ് ഓഡിറ്റ് ഈസ് കോൾഡ് ഓഡിറ്റർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ ചെയ്യുന്നത് അയാളെ ഇൻസ്ട്രക്റ്റഡ് വിത്ത് എന്നുണ്ടോ ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ആളെ ഓഡിറ്റർ എന്നും ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്ന ആളെ ഇൻവെസ്റ്റിഗേറ്റർ എന്നും പറയുന്നു. അപ്പോൾ ഇത്രയാണ് കോമൺ ആയിട്ട് വരുന്ന ഡിഫറൻസിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ നെക്സ്റ്റ് കുറച്ച് ഡിഫറൻസസും കൂടെ നോക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന ഡിഫറൻസ് ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ഓഡിറ്റർ എപ്പോഴും എന്തായിരിക്കണം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ എന്ത് ചെയ്യുന്നില്ല, നോ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഈസ് നെസസറി ഫോർ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും പറയുന്നില്ല. നെക്സ്റ്റ് പോയിന്റ് ആണ്, 8th പോയിന്റ് ആണ് അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. പോളിസീസ് അപ്ലൈ ചെയ്യുന്ന കേസാണ് പറയുന്നത്. Auditor has to see whether the accounting policies, methods of stock valuation, convention have been followed. Auditors എന്താ ചെയ്യുന്നത്, അക്കൗണ്ടിങ് പോളിസീസും അതുപോലെ മെത്തേഡ്സ് ഓഫ് സ്റ്റോക്ക് വാല്യുവേഷൻ കൺവെൻഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ത് ചെയ്യുന്നില്ല, അക്കൗണ്ടിങ് പോളിസീസും കൺവെൻഷൻസും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ബോണ്ട് ചെയ്തെന്ന് വെച്ചാൽ ഫോളോ ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. നെക്സ്റ്റ് എവിഡൻസ് കൺസിഡേർഡ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഓഡിറ്റർ കൺസിഡേഴ്സ് ഓൺലി വിത്ത് പ്രിമ ഫേസ് എവിഡൻസ്. പ്രിമ ഫേസ് എവിഡൻസിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന എവിഡൻസ് ഇല്ലേ, ഫസ്റ്റ് മറ്റേ ലുക്കിൽ നമ്മൾ ഫസ്റ്റ് ടൈമിൽ ആദ്യം കാണുന്ന എവിഡൻസ്, അതാണ് പ്രിമ ഫേസ് എവിഡൻസ് എന്ന് പറയുന്നത്. അത് മാത്രമേ ഓഡിറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സബ്സ്റ്റൻഷ്യൽ എവിഡൻസ്, കുറച്ചും കൂടെ ആഴത്തിലുള്ള എവിഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഇനി സ്കോപ്പാണ് പറയുന്നത്. ഓഡിറ്റിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഓൺലി ആൻ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ഓഡിറ്റിങ്ങിന് എന്ത് മാത്രമേ സ്കോപ്പ് ഉള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എക്സാമിനേഷൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ ദ വൈഡ് സ്കോപ്പ് ഓഫ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് എൻക്വയറി ഇൻ ടു മാറ്റേഴ്സ് ബിഹൈൻഡ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇവിടെ എന്തുണ്ട്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നതിൽ വൈഡർ ആയിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്. ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് പ്രിപ്പയർ റിപ്പോർട്ട് ഓൺ ദി അക്കൗണ്ട്സ് ഇൻ മാറ്റർ ഓഫ് ലെഡ് ഡൗൺ സെക്ഷൻ 227 ഓഫ് ദി കമ്പനീസ് ആക്ട് 1956. കമ്പനീസ് ആക്ട് 1956 സെക്ഷൻ 227 പ്രകാരം ഒരു ഓഡിറ്റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഫോമിലായിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ടിന് പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ഫോം ഒന്നുമില്ല. നെക്സ്റ്റ് പോയിന്റ് ആണ് റിപ്പോർട്ട് സബ്മിറ്റഡ്. ഇനി എങ്ങനെയാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണ്. ഓഡിറ്റിംഗ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ടു ചെയർമാൻ ഓർ MD ഓഫ് ദി ഓർഗനൈസേഷൻ ഇൻ ടു പ്ലേസ് ഇറ്റ് ബിഫോർ ദി ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ എന്താ പറയുന്നത്, ഒന്നെങ്കിൽ ചെയർമാനോ അല്ലെങ്കിൽ MD, ഓർഗനൈസേഷനിലെ ചെയർമാനോ MDക്കാണ് ഓഡിറ്റിംഗ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആണെങ്കിൽ ആരാണ് ഇൻവെസ്റ്റിഗേറ്റർ അപ്പോയിൻറ്റ് ചെയ്തത് അയാൾക്കാണ് എന്ത് ചെയ്യേണ്ടത്, മാനേജർ ആണെങ്കിൽ മാനേജർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റ് ഓർ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒബ്ജക്ട്സും പർപ്പസും ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വരുന്ന ഒബ്ജക്റ്റ് ഓർ പർപ്പസ് ആണ് വെൻ ദി പ്രൊപ്പറേറ്റർ സസ്പെക്ട് ഫ്രോഡ്. ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പ്രൊപ്പറേറ്ററി എന്തെങ്കിലും ഫ്രോഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസാണ് വെൻ എ പേഴ്സൺ ഇൻറ്റൻറ്റ് ടു പർച്ചേസ് ദി ബിസിനസ്. ഒരു പേഴ്സൺ ബിസിനസ്സിൽ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ എന്ത് ചെയ്യാൻ ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ് തേർഡാണ് ഓൺ ബിഹാഫ് ഓഫ് ദി പ്രോസ്പെക്റ്റീവ് പാർട്ട്ണർ ടു നോ ദി ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. ഇവിടെ എന്താ പറയുന്നത്, പ്രോസ്പെക്റ്റീവ് പാർട്ട്നേഴ്സിന് അവരെക്കുറിച്ച് അറിയാം, അവരുടെ ഏണിംഗ് കപ്പാസിറ്റി അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാം. അതും ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു പർപ്പസാണ്. നെക്സ്റ്റ് വരുന്നതാണ് വെൻ എ പേഴ്സൺ വിഷ് ടു പർച്ചേസ് ഷെയർ ഓഫ് ദി കമ്പനി. ഒരു പേഴ്സൺ എന്തുണ്ട്, ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഷെയർ വാങ്ങണമെങ്കിൽ അയാൾ കമ്പനിയെ കുറിച്ചിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാം. നെക്സ്റ്റ് ആണ് വെൻ എ പേഴ്സൺ വിഷ് ടു ലെൻഡ് ടു എ ബിസിനസ്. ഒരു എന്ത് ചെയ്യാണ്, ഒരു പേഴ്സൺ ആ ബിസിനസ്സിലേക്ക് മണി ലെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാം, ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാം. എന്നിട്ടാണ് ഇൻവെസ്റ്റിഗേഷനൊക്കെ ഡീറ്റെയിൽ എക്സാമിനേഷനൊക്കെ കണ്ടക്ട് ചെയ്തിട്ടാണ് മണി ലെൻഡ് ചെയ്തിട്ടൊക്കെ കൊടുക്കുകയുള്ളൂ. നെക്സ്റ്റ് 6th പോയിന്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ മേ ബി കണ്ടക്റ്റഡ് ഓൺ ബിഹാഫ് ഓഫ് ദി ഇൻകം ടാക്സ് അതോറിറ്റി ഫോർ ആക്സസിങ് ടാക്സ് ലയബിലിറ്റീസ്. ഇൻകം ടാക്സ് അതോറിറ്റീസ് ടാക്സ് ലയബിലിറ്റീസ് ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ത് ചെയ്യാറുണ്ട്, കണ്ടക്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ആണ് വെൻ ജോയിൻസ് ടു കമ്പനി ഈസ് നോട്ട് ബീങ് പ്രോപ്പർലി മാനേജ്ഡ് ദ സ്റ്റാറ്റ്യൂട്ടറി ഇൻവെസ്റ്റിഗേഷൻ മേ ബി കണ്ടക്റ്റഡ്. അപ്പോൾ ജോയിൻസ് ടു കമ്പനീസ് അവർ പ്രോപ്പർലി മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇൻവെസ്റ്റിഗേഷൻ സെക്ഷൻ 235 പ്രകാരം, സെക്ഷൻ 235 ആൻഡ് 237 പ്രകാരം എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ മേ ബി കണ്ടക്റ്റഡ് ഫോർ നോയിങ് ദി കോസ് ഓഫ് അബ്നോർമൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ദി പ്രോഫിറ്റ് ഇൻ ദി കോസ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ അബ്നോർമലായിട്ട് പ്രോഫിറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് വരികയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അബ്നോർമൽ ഫ്ലക്ച്വേഷൻസ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഈ വർഷം വളരെ കൂടുതലായിരിക്കും, ആ വർഷം അടുത്ത വർഷം ലോസ് ആവുക, പിന്നെയും കൂടുക, അങ്ങനെ അബ്നോർമൽ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് വരുന്ന കേസിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാം. കാരണം എന്താണ് ഈ ഫ്ലക്ച്വേഷൻ്റെ റീസൺ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് പറഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ്റെ മീനിങ്, ഇൻവെസ്റ്റിഗേഷൻ ഓഡിറ്റിംഗ് നമ്മൾ ഡിഫറൻറ്റ്, പിന്നെ ഒബ്ജക്റ്റ് ആൻഡ് പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ.